ഇറ്റ്സ് എ ഗുഡ് ഡേ ഫോർ അൽ നസർ ഫാൻസ്. അത്രയും ഒരു കിടിലൻ എന്താ പറയുക, ഒരു പീക്ക് വിജയം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് പറയാം. അത്രയും ഒരു കിടിലൻ മാച്ച് തന്നെയായിരുന്നു. 4-0 ഒരു വമ്പൻ വിജയം എന്ന് വേണമെങ്കിൽ പറയാം അൽ ഹാസിമിനെതിരെ. അതും ഒരു ടോപ്പ് പെർഫോമൻസ് തന്നെയായിരുന്നു. അൽ ഹിലാലി അതുപോലെ തന്നെ ഒരു സമനിലയം പിടിച്ചു. എന്താ പറയാ, ടോട്ടലി അൽ നസറിന്റെ ഡേ ആയിരുന്നു എന്ന് പറയാം ഇന്നലെ. കാരണം അവർ ഇപ്പോൾ ടേബിളിൽ 1ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. സോ ഒരു പോയിന്റിന്റെ വ്യത്യാസമുള്ളൂ. എന്നിരുന്നാൽ പോലും ബാക്ക് ടു ഫസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അണ്ണന്റെ ഒരു ടോപ്പ് നോച്ച് പെർഫോമൻസ് ആയിരുന്നു. കാരണം ഒരു മാൻ ഓഫ് ദ മാച്ച് ഒക്കെ നേടിയിട്ടുണ്ടായിരുന്നു. അത്രയും കിടിലൻ എന്താ പറയാ, പീക്ക് ഫിനിഷിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിയുടെ ആ ഒരു ഫിനിഷിംഗ് ക്വാളിറ്റി ഒന്നും എങ്ങും പോയിട്ടില്ല എന്നുള്ളതാണ്. അത്രയും ഒരു എന്താ പറയാ, ഒരു കിടിലൻ, അതും 2 ഗോളുകൾക്കാണ് പുള്ളി അടിച്ചു കൂട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ആൾ 3ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. വെറും 3 ഗോളിന്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നിലവിൽ ആ ഗോൾഡൻ ബൂട്ട് പുള്ളിക്ക് നേടിയെടുക്കാൻ. അത് പുള്ളി എന്തായാലും എത്തും. ആ ഒരു കോമന്റെ പാസിൽ നിന്ന് അത് വാങ്ങിച്ച ഒരു ഫിനിഷ്, അത് ആ ഒരു ചിപ്പ് എടുത്ത് പറയേണ്ടായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു ആംഗിളിൽ നിന്നാണ് പുള്ളി അത് ഫിനിഷ് ചെയ്തത്. അപ്പൊ ഇപ്പോഴും പുള്ളിയുടെ ആ ഒരു ഫിനിഷിംഗ് ടച്ച് ഒന്നും പോയിട്ടില്ല എന്നുള്ളതാണ്. അത്രയും എന്താ പറയാ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിനിഷിംഗ് ആയിരുന്നു രണ്ടും എന്ന് വേണമെങ്കിൽ പറയാം. ആൾ ബാക്ക് ടു ബാക്ക് ഇപ്പൊ കളിച്ച കളികളിലെല്ലാം ഗോൾ അടിക്കുന്നുണ്ട്. ആ ഒരു ഇഷ്യൂവിന് ശേഷം വന്നതിന് ശേഷം എന്താ പറയാ, ഒരു ടോപ്പ് നോച്ചായിട്ട് മാറിയിട്ടുണ്ടെന്ന് പറയാം. കാരണം അത്രയും നല്ലൊരു പെർഫോമൻസ് ആണ്. നിലവിൽ കോമന്റെ വകയും 2 അസിസ്റ്റും 1 ഗോളും ഉണ്ടായിരുന്നു വേണമെങ്കിൽ പറയാം. കാരണം ആളും വന്നേ പിന്നെ കിടിലം ഫോമിൽ തന്നെയാണ്. ആളുടെ ഡിഫൻസീവ് എഫേർട്ടൊക്കെ എടുത്ത് പറയേണ്ടതാണ്. അത്രയും ഒരു കിടിലൻ പ്ലെയർ തന്നെയാണ്. കിടിലൻ കളിയുമാണ് ഇപ്പൊ പുള്ളി നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 83 മിനിറ്റിൽ 2 അസിസ്റ്റും 1 ഗോളും അടിച്ചു. ഈ ടോപ്പ് നോച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പഴയ ഒരു കോമാനെ നമ്മൾ നിലവിൽ ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. അത്രയും ഒരു കിടിലൻ പെർഫോമൻസ് തന്നെയായിരുന്നു പുള്ളിയുടെ ഭാഗത്തു നിന്ന്. ഏഞ്ചലോ ഗബ്രിയൽ, വാട്ട് എ പ്ലെയർ. ആളുടെ ആ ഒരു ഫിനിഷിംഗ് ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ്. ആളുടെ ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഗോള്, വാട്ട് എ ഗോൾ. അത്രയും ഒരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടെ ഭാഗത്തു നിന്ന്. ആ ഹോൾ ടീമിനെ പുള്ളി ട്രിബിൾ ചെയ്ത് മുന്നിൽ പോയെന്ന് വേണമെങ്കിൽ പറയാം. അമ്മാരി ഒരു ഗോളായിരുന്നു. എത്ര കണ്ടാലും മതി വരൂല എന്നുള്ളതാണ്. യൂറോപ്പിലൊക്കെ അടിക്കുന്ന പോലത്തെ ഒരു എന്താ പറയാ, 1 ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഒരു കിടിലൻ ഗോൾ തന്നെയായിരുന്നു. ടീം മൊത്തത്തിൽ ഇപ്പൊ ആ ഒരു മെന്റാലിറ്റി തന്നെ മാറിയിട്ടുണ്ട്. സീസണിന്റെ തുടക്കം കണ്ട ആ ഒരു ടീം തിരിച്ചു വന്നു എന്നുള്ളതാണ്. കാരണം അത്രയും ചാൻസുകളാണ് അവർ ക്രിയേറ്റ് ചെയ്യണം. CR7 തന്നെ കുറെ അവസരങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു ക്രെഡിറ്റ് എന്തായാലും കോച്ചിന് കൊടുത്തേ പറ്റൂ. ടീം ഡിഫൻസീവിലും ഒഫൻസീവിലും ഒത്തിരി തിരിച്ചു വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പഴയ ഒരു പ്രതാപം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡിഫൻസിൽ ആ ഒരു എന്താ പറയാ, ക്ലീൻ ഷീറ്റ് ബാക്ക് ടു ബാക്ക് അടിക്കുന്നുണ്ട്. മാർട്ടിനസ് ആണെങ്കിലും ബാക്ക് ടു ഫോം എന്ന് വേണമെങ്കിൽ പറയാം. ഇതെല്ലാ കളിയിലും ക്ലീൻ ഷീറ്റ് ആണ്. അപ്പൊ അത്രയും ടോപ്പ് നോച്ച് ആയിട്ടാണ് നിലവിൽ അൽ നസർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്ക് ടു റയൽ മാഡ്രിഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് ഓവർ. വീണ്ടും ഒരു തോൽവി കൂടി, അതും 2-1 11 വർഷങ്ങൾക്ക് ശേഷം ഒസ്വാനയായിട്ട് തോറ്റിട്ടുണ്ട്. എന്താ പറയാ, ആരുടെയൊക്കെ പ്രാർത്ഥന പോലെ അത് ഫലിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു തോൽവി കാരണം എന്തായാലും ബാഴ്സ വിജയിച്ചു കഴിഞ്ഞാൽ പോയിന്റ്സ് ടേബിളിൽ ബാഴ്സ 1ാം സ്ഥാനത്തേക്ക് പോകും. കാരണം അത്രയും ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മുതലെടുക്കാൻ പറ്റിയില്ല. ഒരു ബിഗ് തോൽവി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പെനാൽറ്റി ഇൻസിഡന്റ് നമ്മൾ കണ്ടാണ്. ആദ്യം ഒരു യെല്ലോ കാർഡ് ആ പ്ലെയർക്ക് കൊടുത്തെങ്കിലും പിന്നീട് വാർ ചെക്ക് ചെയ്ത് കൃത്യമായിട്ടുള്ളൊരു ഒരു ഡിസിഷൻ മേക്ക് ചെയ്തെന്നുള്ളതാണ്. റയൽ മാഡ്രിഡ് മാത്രമല്ല പെനാൽറ്റി കിട്ടുന്നതെന്ന് അവിടെ തെളിഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു പെനാൽറ്റി അവർ കൺവേർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഡേവിഡ് അലാബക്കൊക്കെ കിട്ടിയ ചാൻസ് നമ്മൾ കണ്ടാണ്. അതൊന്നും ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ എന്താ പറയാ, ഒരു ഭൂലോക തോൽവി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയായി മാറി റയൽ മാഡ്രിഡ് ഇപ്പൊ പൊതുവെ. ആ ഒരു ഗോളിന് ശേഷം അത്യാവശ്യം ചാൻസുകൾ വന്നെങ്കിലും അതൊന്നും ഫിനിഷ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നീട് അത് കഴിഞ്ഞിട്ടും ഒരു ചാൻസും കൂടി ഓസ്വാനക്ക് കിട്ടിയായിരുന്നു. പക്ഷെ അത് വേണ്ട രീതിയിൽ അവർക്ക് മുതലെടുക്കാൻ പറ്റിയില്ല. പിന്നെ വിനി, ബാക്ക് ടു വിനി എന്ന് വേണമെങ്കിൽ പറയാം. ആളുടെ ഒരു കിടിലം ഫിനിഷിംഗ് ആയിരുന്നു. സ്ട്രൈക്കർ നിലവിൽ ആരും ഇല്ലെന്നാണ്, പക്ഷെ പുള്ളി തന്നെ ഓടി റണ്ണെടുത്ത് അത് ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു വാൾവരയുടെ പാസ് എടുത്ത് പറയണം. അതും ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ആൾ കൊടുത്തത്. സോ എന്താ പറയാ, വിനി ബാക്ക് ടു ഫോം എന്ന് വേണമെങ്കിൽ പറയാം. RBOയുടെ അണ്ടറിൽ ആൾ ഒരു കിടിലം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പാസ് ആണെങ്കിൽ കിടിലിനായിരുന്നു വേണമെങ്കിൽ പറയാം. ആ ഒരു ക്രെഡിറ്റ് വാൾവരുടേക്ക് കൊടുക്കാം. നിലവിൽ വിനിയുടെ പെർഫോമൻസ് കിടിലനാണ്. ഒസാനെ പറ്റി കൂടുതൽ അറിയാൻ നിലവിൽ ബാഴ്സലോണയോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവർക്കെല്ലാം അറിയുന്ന ഒരു ടീമാണ്.